നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യക്കാരുടെ ശിക്ഷയിൽ ഇളവ് ലഭിച്ചെങ്കിലും ഇവർ ഇനിയും വർഷങ്ങൾ തടവിൽ കഴിയേണ്ടി വരും. വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ച മുൻ ഇന്ത്യൻ നാവികർക്ക് 3 മുതൽ 25 വർഷം വരെ തടവ് ശിക്ഷ നൽകിയതായാണ് സൂചന. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മലയാളി അടക്കം 8 നാവികർക്കാണ് ഖത്തറിലെ അപ്പീൽ കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷാ ഇളവ് നൽകിയത്. ഒരാൾക്ക് 25 വർഷവും 4 പേർക്ക് 15 വർഷം വീതവും 2 പേർക്ക് 10 വർഷം വീതവും ഒരാൾക്ക് 3 വർഷവും തടവ് ശിക്ഷയാണ് നൽകിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്ത നടപടികൾ വിധിന്യായം പൂർണ്ണമായി പഠിച്ച ശേഷമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. വിധി പകർപ്പ് അഭിഭാഷകർക്കാണ് ലഭിക്കുക. നിയമവിദഗ്ധരുമായി ഇന്ത്യൻ എംബസി ചർച്ച നടത്തുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി ഇന്ത്യക്കാർക്ക് സ്വന്തം രാജ്യത്ത് തടവിന്റെ ശിഷ്ടകാലം അനുഭവിക്കാമെന്ന് കരാർ ഇന്ത്യ 2015 ഖത്തറുമായി ഒപ്പിട്ടിരുന്നു. ശിക്ഷ പൂർണ്ണമായി റദ്ദാക്കാൻ നാവികരുടെ കുടുംബാംഗങ്ങൾ മേൽക്കോടതിയെ സമീപിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നാവികരുടെയും കുടുംബങ്ങളുടെയും സുരക്ഷയെ കരുതി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വക്താവ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഖത്തറിൽ തടവിൽ കഴിയുകയായിരുന്നു 8 ഇന്ത്യൻ മുൻ നാവികർ. ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ്, കമാൻഡർ പൂർണേന്ദു തിവാരി, ക്യാപ്റ്റൻ ബീരേന്ദ്ര കുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പഗല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ എന്നിവരാണ് 2022 ഓഗസ്റ്റ് 30 മുതൽ ജയിലിൽ കഴിയുന്ന 8 മുൻ നാവിക സേനാംഗങ്ങൾ. മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവരുടെ ഭാര്യമാർ ദോഹയിലെത്തിയിരുന്നു. ഡിസംബർ 18 ഖത്തർ ദേശീയ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നിരവധി തടവുകാർക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു. മാപ്പ് ലഭിച്ചവരുടെ പട്ടികയിൽ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിപ്പിലായിരുന്നു. ഇതിനിടയിലായിരുന്നു വധശിക്ഷയിൽ ഇളവ് ലഭിച്ചതായുള്ള വാർത്ത വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. കഴിഞ്ഞ ഒക്ടോബർ 26 ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. ദോഹയിൽ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യവെയാണ് 8 മുൻ ഇന്ത്യൻ നാവികർ അറസ്റ്റിലായത്. സൈനിക പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണിത്. ഒരു അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇസ്രായേലിന് വേണ്ടി ഇവർ ചാരവൃത്തി നടത്തിയതാണ് ഇതിന് കാരണമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഖത്തർ അധികൃതർ വ്യക്തമാക്കിയിരുന്നതായും നേരത്തെയും ചാരപ്പണി നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. എന്തായാലും ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഇന്ത്യൻ എംബസി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.